ദേശഭക്തനും രാജഭക്തനുമായ കുളച്ചൽ യുദ്ധവീരൻ ദളപതി അനന്തപത്മനാഭൻ നടാർ 1698 കന്യാകുമാരിയുടെ ശാന്തമായ മണ്ണിൽ ഉന്നത മൂല്യങ്ങളുള്ള നടാർ കുടുംബത്തിൽ ഒരു കുട്ടി ജനിച്ചു. സുഖസൗകര്യങ്ങൾ ത്യജിച്ച് ത്യാഗോജനനായി ആ കുട്ടി വളർന്നു. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പേര് ഡച്ചുകാർക്ക് പോലും ഭയപ്പാടുണ്ടാക്കിയ ദളപതി അനന്തപത്മനാഭൻ ആയി മാറി. ജീവിതം അദ്ദേഹത്തെ നേരത്തെ പരീക്ഷിച്ചു. പ്രിയപ്പെട്ട ഭാര്യ അകാലത്തിൽ മരിച്ചപ്പോൾ ദുഃഖം അദ്ദേഹത്തെ തകർത്തില്ല. അത് അദ്ദേഹത്തെ രാജ്യസ്നേഹവും രാജ്യഭക്തിയിലേക്കും തിരിച്ചുവിട്ടു. ബ്രഹ്മചര്യത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും വഴിയിൽ അയോധനകലയെ തൻ്റെ ജീവിത വഴിയാക്കി അദ്ദേഹം തിരഞ്ഞെടുത്തു. ശേഷിക്കുന്ന ഓരോ ശ്വാസവും തൻ്റെ ജനങ്ങൾക്കും തൻ്റെ ദേശത്തിനും തൻ്റെ രാജാവിനും സമർപ്പിച്ചു. അനന്തപത്മനാഭൻ ഒരു നിശബ്ദ ജ്വാല പോലെ രാജ്യമെമ്പാടും അലഞ്ഞു നടന്നു, അയോധനകലകളുടെ ഗുരുവായി. പോരാട്ടത്തിൽ മാത്രമല്ല, ധൈര്യത്തിലും വിശ്വസ്തതയിലും ആത്മാഭിമാനത്തിലും യുവനാടാർ തലമുറകളെ അയോധന മർമ്മ കളരി വിദ്യകൾ പരിശീലിപ്പിച്ചു. തിരുവിതാംകൂറിലുടനീളം അദ്ദേഹം 108 കളയോധന കളരികൾ സ്ഥാപിച്ചു. സാധാരണ യുവാക്കളെ അവർ സഞ്ചരിക്കുന്ന മണ്ണിൻ്റെ നിർഭയ സംരക്ഷകരാക്കി മാറ്റി. അദ്ദേഹത്തിൻ്റെ മിടുക്ക് താമസിയാതെ തിരുവിതാംകൂർ യുവരാജകുമാരനായ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാതുകളിലെത്തി. അദ്ദേഹത്തിൻ്റെ അഭ്യാസ മികവും അറിവും മർമ്മവിദ്യയും അന്നത്തെ യുവരാജാവായ മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാളിന് അഭ്യസിപ്പിച്ചു. മാർത്താണ്ഡവർമ്മയുടെ ആരാധകനായിരുന്ന അദ്ദേഹം ഒരിക്കൽ 8 വീട്ടിൽ പിള്ളമാരുടെ നേതൃത്വത്തിൽ കുഞ്ഞുകൂട്ടം പട മാങ്കോടാശാന്റെ വീട്ടിൽ മാർത്താണ്ഡവർമ്മ ഉണ്ടെന്ന് കരുതി ആക്രമിച്ച് തീവയ്പ് നടത്തിയപ്പോൾ പ്രതിരോധിച്ച് തോൽപ്പിച്ചോടിച്ചത് അനന്തപത്മനാഭന്റെ നേതൃത്വത്തിലുള്ള നാടാർ സൈന്യം ആയിരുന്നു. അവർക്കിടയിൽ ഒരു സഖ്യം മാത്രമല്ല, അഭേദ്യമായ ഒരു വിശ്വാസബന്ധവും വളർന്നു. അനന്തപത്മനാഭൻ രാജകുമാരൻ്റെ ദർശനത്തെയും കഴിവുകളെയും അഭിനന്ദിച്ച് ഭരണത്തിൽ സഹായിച്ചു. രാജകുമാരൻ യോദ്ധാവിൻ്റെ ജ്ഞാനത്തെയും ശക്തിയെയും യുദ്ധത്തെക്കുറിച്ചുള്ള രഹസ്യ പരിജ്ഞാനത്തെയും ആശ്രയിച്ച് പരിശീലിച്ചു. തിരുവിതാംകൂറിൽ അധികാരമേറ്റതു മുതൽ മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ എതിരാളികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒളിത്താവളമെന്ന് തെറ്റിദ്ധരിച്ച് ശത്രുക്കൾ മാർത്താണ്ഡവർമ്മയെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അഗ്നിവൈഭവം പോലെ നിന്നത് അനന്തപത്മനാഭനും അദ്ദേഹത്തിൻ്റെ നാടാർ യോദ്ധാക്കളുമാണ്. ആക്രമണകാരികളെ പ്രതിരോധിക്കുകയും പരാജയപ്പെടുത്തുകയും ഓടിക്കുകയും ചെയ്തു. പിന്നീട് എല്ലാ വശങ്ങളിൽ നിന്നും രാജാവിന് അപകടം വന്നുകൊണ്ടിരുന്നപ്പോൾ അനന്തപത്മനാഭൻ നാടാർ രാജാവിനെ നിരന്തരം സംരക്ഷിച്ചുകൊണ്ടിരുന്നു. യുദ്ധത്തിൽ ജീവഭയത്താൽ നെയ്യാറ്റിൻകരയിലെത്തിയ മാർത്താണ്ഡവർമ്മയെ അമ്മച്ചിപ്ലാവിൻ്റെ പോടിൽ ഒളിപ്പിച്ച് പ്രാന്തൻ ചാന്നാനെ അഭിനയിച്ച് രക്ഷിച്ചതും അനന്തപത്മനാഭൻ തന്നെയായിരുന്നു. തമ്പിമാരുമായുള്ള പോരിൽ വർമ്മയ്ക്ക് മേധാവിത്വം നൽകിയ കൽക്കുളം കോട്ട യുദ്ധം നയിച്ചതും അനന്തപത്മനാഭൻ നാടാറായിരുന്നു. 1729 മാർത്താണ്ഡവർമ്മ രാജാധികാരം നേടിയതോടെ അനന്തൻ വലിയ പടത്തലവൻ അഥവാ ദളപതി സ്ഥാനത്തേക്ക് നിയമിക്കപ്പെട്ടു. മാർത്താണ്ഡവർമ്മയെ തെക്കൻ കേരളത്തിലെ പ്രബലനാക്കി മാറ്റിയ കായംകുളം യുദ്ധം മുൻനിരയിൽ നിന്ന് നയിച്ചത് അനന്തപത്മനാഭൻ നാടാരായിരുന്നു. കുളച്ചൽ യുദ്ധം 1741 ഓഗസ്റ്റ് 10 ഇന്ത്യൻ രാജ്യമായ തിരുവിതാംകൂറും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്നു. നാവികസേനയുടെയും പീരങ്കികളുടെയും വൻ സന്നാഹത്തോടെ കുളച്ചൽ കടൽക്കരയിൽ തമ്പടിച്ച ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തെ മാർത്താണ്ഡവർമ്മ തികച്ചും ഭയന്നു. എന്നാൽ സർവ്വസൈന്യാധിപനായ അനന്തപത്മനാഭൻ നാടാർ ബുദ്ധിയും യുക്തിയും തദ്ദേശീയ യുദ്ധസാമഗ്രികളും കൊണ്ട് ജയിക്കുവാൻ തീരുമാനിച്ചു. സൈന്യത്തെ സജ്ജമാക്കി. വൻ വനമരങ്ങളുടെ മുട്ടികൾ കൊണ്ട് ഡച്ചുകാരേക്കാൾ വലിയ പീരങ്കിയുടെ മാതൃകകൾ നിർമ്മിച്ച് കടൽ തീരത്ത് പെയിൻ്റടിച്ച് നിരത്തി. ഇത് കടലിൽ ദൂരെ വീക്ഷിച്ച ഡച്ച് നാവിക കമാൻഡർ യഥാർത്ഥ പീരങ്കികളായി കണക്കാക്കി. അവർ സർവ്വസന്നാഹത്തോടും കൂടി ആക്രമിക്കുവാൻ തയ്യാറായി.
ദളപതി അനന്തപത്മനാഭൻ നാടാർ തൻ്റെ സൈന്യത്തെ സർവ്വസന്നാഹത്തോടെ ചെറുനൗകകളിലാക്കി കടലിൽ മീൻപിടുത്തക്കാരാക്കി. ഈ തന്ത്രമറിയാതെ ഡച്ച് സൈന്യം കരനോക്കി ആക്രമണം നടത്തി. അപ്രതീക്ഷിതമായ പിന്നിൽ നിന്നുള്ള ആക്രമണം വന്നായുധങ്ങളാൽ ചെറുക്കാൻ കഴിയാതെ പോയി. ഡച്ച് സൈന്യത്തിൻ്റെ നാവിക കപ്പലുകൾ മുങ്ങാൻ തുടങ്ങി. ഡച്ചുകാർ കരയിൽ ആക്രമണം ആരംഭിച്ചപ്പോൾ പിന്നിൽ നിന്ന് മരണം അവരെ ആക്രമിച്ചു. അടുത്ത പോരാട്ടത്തിൽ ആശയക്കുഴപ്പത്തിലായ വലയം ചെയ്യപ്പെട്ട നിസ്സഹായരായ അവരുടെ ശക്തമായ കപ്പലുകൾ മുങ്ങാൻ തുടങ്ങി. ആ ദിവസം ഒരു കൊളോണിയൽ സാമ്രാജ്യം അടിപതറി. ക്രൂരമായ യുദ്ധത്തിലല്ല, മറിച്ച് മണ്ണിൻ്റെ മകൻ്റെ പ്രതിഭയാൽ അത് തിളങ്ങി. 1741 ഓഗസ്റ്റ് 10 ദളപതി അനന്തപത്മനാഭൻ നാടാരുടെ നേതൃത്വത്തിൽ നീങ്ങിയ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം അഡ്മിറൽ യുസ്റ്റാച്ചിയസ് ഡി ലാനോയുടെ നേതൃത്വത്തിലുള്ള ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യത്തെ പരാജയപ്പെടുത്തി. ഒരു യൂറോപ്യൻ ശക്തിക്കെതിരായ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന വിജയമായി ലോക ചരിത്രത്തിൽ രേഖപ്പെടുത്തി. ചരിത്രപ്രസിദ്ധമായ കുളച്ചൽ യുദ്ധത്തിൽ വർമ്മയുടെ സൈന്യത്തെ നയിച്ച അനന്തപത്മനാഭൻ നാടാർ ലോകപ്രസിദ്ധനായി. പ്രശസ്തിക്കൊപ്പം അസൂയയും അദ്ദേഹത്തെ പിന്തുടർന്നു. 1750 സെപ്റ്റംബർ 13 തിരുവട്ടാറിൽ വെച്ച് ആഹാരത്തിൽ വിഷം ചേർത്ത് മയക്കിയ ശേഷം ദുർബലനും ഒറ്റിക്കൊടുക്കപ്പെട്ടവനുമായ അദ്ദേഹം ഒടുവിൽ ഗൂഢാലോചനയിലൂടെ കൊല്ലപ്പെട്ടു. രാമയ്യൻ ദളവ എന്ന സവർണ പ്രമാണിയാണ് ഈ ഇരുണ്ട കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ചരിത്രം പറയുന്നു. അനന്തപത്മനാഭൻ്റെ മരണത്തോടെ നിശേഷം ദുഃഖത്താൽ തകർന്ന മാർത്താണ്ഡവർമ്മ 1950 ജനുവരി 19 താൻ വെറും ദൈവത്തിൻ്റെ ദാസനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തൻ്റെ രാജ്യം പത്മനാഭസ്വാമിയുടെ കാൽക്കൽ തൃപ്പടിദാനമായി സമർപ്പിച്ചു. തൻ്റെ കിരീടത്തിനും രാജ്യത്തിനും വേണ്ടിയെല്ലാം നൽകിയ മനുഷ്യനുള്ള നിശബ്ദ ആദരാഞ്ജലിയായി അങ്ങനെ സമർപ്പിക്കുകയായിരുന്നു. ദളപതി അനന്തപത്മനാഭൻ നാടാർ മഹത്വം തേടാതെ ജീവിച്ചു, കരുണ തേടാതെ മരിച്ചു. സ്വാർത്ഥതയില്ലാത്ത ഒരു ദേശസ്നേഹി, ഭയമില്ലാത്ത ഒരു യോദ്ധാവ്, പ്രതിഫലം ആഗ്രഹിക്കാത്ത ഒരു ദാസൻ. നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കുളച്ചൽ പട്ടണത്തിൽ കുളച്ചൽ യുദ്ധസ്മാരകം സ്ഥിതി ചെയ്യുന്നു. കുളച്ചൽ കടത്തീരത്തിനടുത്താണ് ഈ സ്മാരകം. കുളച്ചൽ യുദ്ധസ്മാരക ദിനത്തിൽ മദ്രാസ് റെജിമെൻ്റ് യുദ്ധസ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിച്ചു വരുന്നു. ഇത് തിരുവിതാംകൂർ സൈന്യം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പരാജയപ്പെടുത്തിയ സ്ഥലത്തെ അടയാളപ്പെടുത്തുന്ന, അഥവാ ഒരു യൂറോപ്യൻ ശക്തിയുടെ മേൽ ഒരു ഇന്ത്യൻ രാജ്യത്തിൻ്റെ ആദ്യകാല വിജയങ്ങളിലൊന്നാണ്. അനന്തപത്മനാഭൻ നാടാരുടെയും കുളച്ചൽ യുദ്ധത്തിൻ്റെയും പ്രതീകമായി തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി ഗ്രൗണ്ടിന് കുളച്ചൽ സ്റ്റേഡിയം എന്ന് നാമകരണം ചെയ്തിട്ടുണ്ട്. അല്പം വൈകിയാണെങ്കിലും കുളച്ചൽ സ്റ്റേഡിയത്തിൽ കുളച്ചൽ യുദ്ധസ്മരണാർത്ഥം അനന്തപത്മനാഭൻ നാടാരുടെ ദീർഘകായ സാങ്കല്പിക പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ത്യാഗത്തിൽ നിന്നാണ് യഥാർത്ഥ മഹത്വം ജനിക്കുന്നതെന്ന് തലമുറകളെ ഓർമ്മിപ്പിക്കുന്ന ഈ പ്രതിമ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാൽ തലയുയർത്തി നിൽക്കുന്നു. ചരിത്രം എഴുതുന്നത് രാജാക്കന്മാർ മാത്രമല്ല, അവരെ ജീവൻ നൽകി സംരക്ഷിക്കുന്നവരുമാണ് എന്ന് ഇത് ഓർമ്മിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.